എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2180 ദിവസത്തെ മലയാളം വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ പ്രദീപ് CS, റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, സംസ്ഥാന മെന്റൽ ഹെൽത്ത് അതോറിറ്റി അംഗം. വിഷയം സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റി പ്രവർത്തനങ്ങൾ. അപ്പൊ നമുക്ക് ഹോമിയോപ്പതി കുറേശ്ശെ ഓരോ ഇതിലൂടെ വളരുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ആയുഷ് സർവകലാശാലയെ കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ മെന്റൽ ഹെൽത്ത് അതോറിറ്റി, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി, എല്ലാം തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഹോമിയോപ്പതിയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹം ഇത് അറിയുന്നു എന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഫാർമോക്കോ വിജിലൻസിനെ കുറിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും അധികം പേര് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ശ്രദ്ധക്കുറവ് നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യം കൂടി ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതും ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ IFPHന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ പരിണതപ്രജ്ഞനായ ഡോക്ടർ പ്രദീപ് CS-നെ ഈ പരിപാടിയിൽ ക്ഷണിക്കുകയാണ്. ഡോക്ടർ പ്ലീസ്, എന്തൊക്കെയാണ് സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ? ഓക്കെ, താങ്ക് യു ഡോക്ടർ മനോജ്. കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ, ഇത്രയും പ്രിയപ്പെട്ട IFPHലെ പ്രവർത്തകരായ ഡോക്ടർമാരെ, ഹോമിയോ അനുഭാവികളെ, പ്രിയ സുഹൃത്തുക്കളെ, കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റി 1987 സ്ഥാപിതമായത്. അന്ന് മെന്റൽ ഹെൽത്ത് ആക്ട് മാത്രമാണ് നമുക്കൊന്ന് ഉണ്ടായിരുന്നത്. അതിലെ സെക്ഷൻ 14 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റി സ്ഥാപിതമായത്. പക്ഷെ പിന്നീട് ഈ ആക്ട് എന്നുള്ളത്, മെന്റൽ ഹെൽത്ത് ആക്ട് എന്നുള്ളത് മാറ്റി മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന രീതിയിലേക്ക് മാറ്റുകയുണ്ടായി 2017. അപ്പൊ 2017 നടന്ന മാറ്റിയ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റി പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ മെന്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ പ്രാധാന്യം വളരെയേറെയാണ്. കേരളത്തിന്റെ കണക്കനുസരിച്ച് 8-ൽ ഒരാൾക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നാണ് സൈക്കാട്രി പറയുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. ധാരാളം ഇഷ്യൂസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട്, മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്, അത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഒത്തിരി ഇഷ്യൂസ്, ഒത്തിരി നിയമ പ്രശ്നമൊക്കെ ഇഷ്യൂസ് വരുന്ന ഒരു വലിയൊരു ഫീൽഡാണ് മെന്റൽ ഹെൽത്ത് ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ സൂയിസൈഡ് റേറ്റ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റ് കേരളത്തിലാണെന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്നത്, കേരളത്തിൽ കൊല്ലം ജില്ലയിൽ സൂയിസൈഡ് റേറ്റ് വളരെയധികം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്നതും കണക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റി ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങളെയും വ്യക്തികളെയും അതുപോലെ ഈ സർവീസ് പ്രൊവൈഡേഴ്സിനെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടുക, അത് കറക്റ്റ് ചെയ്യുക എന്നൊരു പ്രാഥമികമായ ധർമ്മമാണ് ഈ കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിക്ക് ഉള്ളത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. റെഡ് ക്രോസ് റോഡ് വഞ്ചിയൂർ, നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്. കേരള ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഒരു ബോഡി, ഓട്ടോണോമസ് ബോഡിയാണിത്. ഇതിൽ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും ഉണ്ട്. എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ഫാമിലി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹമാണ് ഇതിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത്. ജോയിന്റ് സെക്രട്ടറി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഓഫ് ഹെൽത്ത്, അങ്ങനെ അദ്ദേഹമാണ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഡയറക്ടർ ഹെൽത്ത് സർവീസ്, ജോയിന്റ് സെക്രട്ടറി സോഷ്യൽ ജസ്റ്റിസ്, ജോയിന്റ് സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെന്റ്, ജോയിന്റ് സെക്രട്ടറി ലോ ഡിപ്പാർട്ട്മെന്റ്, ജോയിന്റ് സെക്രട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരടങ്ങുന്നതാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. കൂടാതെ 12ഓളം നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും ഉണ്ട്. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൽ കേരളത്തിലെ പ്രശസ്തരായ ഡോക്ടർമാര്, സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാര്, പ്രൊഫസർമാര്, അധ്യാപകര്, അതുപോലെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, സൈക്കോയാട്രിയുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ്, സോഷ്യൽ വർക്കർ, കെയർ ഗിവേഴ്സ്, നേഴ്സ്, ഈവൻ സൈക്കാട്രി ട്രീറ്റ്മെന്റ് എടുത്ത രോഗികൾ വരെ ഈ മെമ്പർമാരുടെ കൂട്ടത്തിലുണ്ട്. അതിൽ ഒരു മെമ്പറാണ്, ആയുഷ് വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മെമ്പറാണ് ഞാൻ ഇപ്പോൾ അതിൽ അംഗമായിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസമേ ആയിട്ടുള്ളൂ.
കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം അതിൽ ധാരാളം ഡോക്ടർമാർ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോമിയോ ഡോക്ടർ ഈ ഫീൽഡിൽ വരുന്നത്. അതിനു മുമ്പ് ആയുർവേദ ഫീൽഡിൽ നിന്നാണ് കോട്ടയ്ക്കുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻസ് ഈ അതോറിറ്റിയുടെ ഫംഗ്ഷൻസ് എന്നതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ഈ സ്ഥാപനമാണ് ഈ സംസ്ഥാനത്തുള്ള എല്ലാ മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഡോക്ടർ പ്രദീപ് നെറ്റ് ഇത്തിരി വീക്ക് ആണെന്ന് തോന്നുന്നേ. ശബ്ദം ഇടയ്ക്കിടയ്ക്ക് പതറുന്നുണ്ടല്ലോ. നെറ്റ് അല്പം വീക്ക് ആണെന്ന് ഓക്കെ തോന്നുന്നു. ഓക്കെ അങ്ങനെയാണെന്ന് ഓക്കെ വീഡിയോ ഓഫ് ചെയ്ത് നോക്കൂ. ശബ്ദം ഇടയ്ക്ക് മുറിയുന്നുണ്ട്. താഴെ ഒരു ക്യാമറ ഉണ്ട്, അത് ഓഫ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ കറക്റ്റ് ആവും. ഇനി പറഞ്ഞു നോക്ക്. കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. ഓക്കെ. അതുപോലെ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഓർഗനൈസേഷന്റെ അത് ക്വാളിറ്റി സർവീസ് പ്രൊവിഷൻ ശരിയാണോ, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾക്ക് പരിമിതമായ സ്ഥലപരിമിതി എങ്ങനെയാണ്, അതിൻ്റെ എല്ലാ ഡെവലപ്മെന്റ്സും ഉണ്ടോ, അതുപോലെ ക്ലെൻലിനെസ്, ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഈ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഉള്ള കംപ്ലയൻസ് റാറ്റിഫൈ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടെയാണിത്. അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുക. ഇത് മെന്റൽ ഹെൽത്ത് ഫീൽഡിലുള്ള നഴ്സസിൻ്റെയും അതുപോലെ സോഷ്യൽ വർക്കേഴ്സിൻ്റെയും ലിസ്റ്റുകൾ തയ്യാറാക്കുക, അത് പബ്ലിഷ് ചെയ്യുക. അതുപോലെ ഇത്തരം ഹെൽത്ത് പേഴ്സൺസിൻ്റെ മെന്റൽ ഹെൽത്ത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയും ജനറൽ ആയിട്ടുള്ള ഡോക്ടർമാരെയും ഉള്ള ട്രെയിനിങ് കൊടുക്കുക. ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഈ മെന്റൽ ഹെൽത്ത് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇവയാണ് പ്രധാന ഡ്യൂട്ടികൾ, സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് കാലാകാലങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് മറ്റൊരു എൻവിസേജ് റോൾ എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യുക. മെന്റൽ ഹെൽത്ത് സ്ഥാപനങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്യുക. മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി അഷ്വർ ചെയ്യുക. അത് പ്രത്യേകം മെന്റൽ ഹോസ്പിറ്റലുകൾ മാത്രമല്ല, മെന്റൽ ഹെൽത്ത് സെന്ററുകൾ മാത്രമല്ല, സ്റ്റേ ഹോമുകൾ, അതുപോലെ സൈക്യാട്രി യൂണിറ്റുകൾ, ഡി അഡിക്ഷൻ സെന്റർ, ഇവിടെയൊക്കെ ഉള്ള ക്വാളിറ്റി അഷ്വറൻസ് ചെയ്യുക എന്നുള്ളതും ഈ സ്ഥാപനത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ്. പിന്നെ അക്രഡിറ്റേഷൻ, ഈ സ്ഥാപനത്തിലുള്ള അക്രഡിറ്റേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുകയും അത് വിലയിരുത്തുകയും ചെയ്യുക എന്നുള്ളത് ഉണ്ട്. അതുപോലെ പ്രൊഫഷണൽസ്, കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കേണ്ടത് ഡോക്ടർമാർക്ക് മാത്രമല്ല, പ്രൊഫഷണൽസിന് മാത്രമല്ല, കൗൺസിലേഴ്സിനുണ്ട്, ജനറൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, NGOസിന് കൗൺസിലിംഗ് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഈ ജനറൽ പ്രാക്ടീസിന്റെ ഫീൽഡിൽ ഹോമിയോ ഡോക്ടർമാരും ഉൾപ്പെടും. അപ്പം നമുക്ക് പ്രത്യേക ട്രെയിനിങ് ആവശ്യമുണ്ട്. മെന്റൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക ട്രെയിനിങ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉടനെ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് അവരുടെ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ലാർജ് സ്കെയിൽ അവയർനെസ് ഉണ്ട്. വലിയ സോഷ്യൽ ഗാദറിങ്ങുകളിൽ ഈ മെന്റൽ ഹെൽത്ത് പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റിയും അവർക്ക് വേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നും ഒക്കെ ഉള്ള ഒരു അവയർനെസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമാണ്. പിന്നെ ആളുകളുടെ ഇടയിൽ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്, മാനസിക രോഗികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റി ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടാക്കുക. അത് ആശുപത്രിയിലെ സ്റ്റാഫുകളായാലും ജനപ്രതിനിധികളായാലും പൊതുസമൂഹമായാലും വീട്ടിലുള്ളവരായാലും അവർക്ക് ഉള്ള എന്തെല്ലാം പ്രൊവിഷൻസ് നമ്മൾ കൊടുക്കണം എന്നതിനെ പറ്റി ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുക. പിന്നെ NGOs വളരെ സപ്പോർട്ടാണ്. ഈ മാനസിക രോഗികളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അവരുടെ റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ അവർക്ക് നിയമസഹായം നൽകുക, പോലീസ് സഹായം നൽകുക, ഇതിനൊക്കെ NGOസിന്റെ റോൾ വളരെ വലുതാണ്. അപ്പോൾ അതിന് അവരെ ഇൻട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഡ്യൂട്ടി. പിന്നെ ഇത്തരം കേസുകൾ ഈ ആശുപത്രികളെ ഇവാലുവേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഒരു കടമയിൽപ്പെടുന്ന ഒരു കാര്യമാണ്.
ആർക്കെങ്കിലും ലീഗൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ NGOs വഴി മുഖേനയാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അത് വളരെ പ്രധാനമാണ്. LSCDയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത്തരം രോഗികൾക്കും ഇത്തരം സ്ഥാപനങ്ങൾക്കും വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നത് ഈ നമ്മുടെ മെന്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ കടമയിൽപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മെന്റൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക, സ്റ്റേറ്റ് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പ്ലാനുകൾ തയ്യാറാക്കുക. അത് ഹെൽത്ത് പ്ലാൻ തയ്യാറാക്കി ഗവൺമെന്റ് സമർപ്പിക്കുന്നത് ഈ അതോറിറ്റി തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മെന്റൽ ഹെൽത്ത് അതോറിറ്റി ചെയ്യുന്ന സേവനങ്ങൾ. ഇതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമുകൾ ഉണ്ട്. ജില്ലാ ആശുപത്രിയുമായി കേന്ദ്രീകരിച്ചാണ്, സൈക്യാട്രി വിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത്. അവർ OP സർവീസ്, ക്ലിനിക്കൽ കെയർ നൽകുന്നുണ്ട് മെന്റൽ പേഷ്യൻസിന്. റീഹാബിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയർനെസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഡിസീസ് അത് കൊടുക്കുന്നുണ്ട്. ടെലി മെന്റൽ ഹെൽത്ത് സർവീസ്, അത് ദിശ എന്ന് പറയുന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ഏത് ജില്ലയിലായാലും ഈ ദിശയിൽ വിളിച്ചു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട അഡ്വൈസും അതിൻ്റെ ഡയറക്ഷൻസും തരും. ദിശയുടെ നമ്പർ തിരുവനന്തപുരത്തെ നമ്പറാണ് 0471 തുടങ്ങി 0471 255 2056. ഇതാണ് ദിശയുടെ നമ്പർ. നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടുന്നതാണ്. അതുപോലെ ടെലിമാനസ് പോർട്ടലുണ്ട്. അത് 14416 എന്നാണ് നമ്പർ. കൂടാതെ 4 സ്ഥലങ്ങളിൽ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അവരുടെ റൈറ്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ പരാതി നൽകി കഴിഞ്ഞാൽ റിവ്യൂ ബോർഡ് കൂടി കൂട്ടായ തീരുമാനം എടുത്ത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും. പേഷ്യൻസിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടായാലും അവരെ കെയറുമായിട്ട് ബന്ധപ്പെട്ടായാലും അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യത്തിലായാലും പരാതികളുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് അതോറിറ്റി റിവ്യൂ ബോർഡിനെ സമീപിച്ചാൽ മതിയാകും. ഓരോ ജില്ലയിലും ഒരു ചെയർപേഴ്സൺ ഉണ്ട്. അദ്ദേഹം ചെയർപേഴ്സൺ മിക്കവാറും വർക്കിങ്ങിനായാലോ അല്ലെങ്കിലോ റിട്ടയർ ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് ജഡ്ജാണ് അതിൻ്റെ ചെയർമാനായിട്ടുള്ളത്. പിന്നെ മെമ്പേഴ്സ് റെപ്രസെൻറ്റിംഗ് ഡിസ്ട്രിക്ട് കളക്ടർ, ഒന്നിൽ കളക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കളക്ടർ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. മെഡിക്കൽ എക്സ്പേർട്സ് ഉണ്ടാകും. അതിൽ മുഖ്യമായിട്ടും സൈക്യാട്രിസ്റ്റ് ഉണ്ടാകും, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ടാകും, ജനറൽ മെഡിസിൻ്റെ ഡോക്ടേഴ്സ് ഉണ്ടാകും, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടാകും, 2 persons വിത്ത് മെന്റൽ ഇൽനെസ്, രോഗ ആതുരതയിലുള്ള ആൾക്കാർ പോലും അതിൽ മെമ്പർമാരാണ്. കാരണം അവർക്ക് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് പരാതികൾ പറയുവാൻ ഉണ്ടാകും. പിന്നെ കെയർ ഗിവിംഗ് NGOs, ഇത്തരം പേര് അടങ്ങുന്നതാണ് ഈ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് അതോറിറ്റി എന്ന് പറയുന്നത്. ഈ മെന്റൽ ഹെൽത്ത് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാൻ 1-2 കാര്യങ്ങൾ. മെന്റൽ ഹെൽത്ത് ആക്ട് ചില പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട് ചില ഈ രോഗികൾക്ക്. ഒന്ന്, റൈറ്റ് ടു ആക്സസ് കെയർ. അവർക്ക് രോഗം ചികിത്സിക്കുവാനുള്ള ഒരു അവകാശമുണ്ട്, അതിന് നമ്മൾ ഖനിക്കാൻ പാടില്ല. പിന്നെ ഡിസ്ക്രിമിനേഷൻ ഓഫ് സൂയിസൈഡ്. ഇപ്പോൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടൊക്കെ അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഒരു മെന്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് അല്ല, കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറ്റിയിട്ട് റൈറ്റ് ബേസ്ഡ്, അവകാശങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. റൈറ്റ്സ് ബേസ്ഡ്, മോഡൽ സെൻറ്റേഡ് ഓൺ പേഴ്സണൽ ഓട്ടോണമി കീപ്പ് ചെയ്തുകൊണ്ടുള്ള, വാല്യൂസ് കീപ്പ് ചെയ്തിട്ടുള്ള, ബിലീഫ്സ് കീപ്പ് ചെയ്തിട്ടുള്ള, ഗോൾസ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ് നമുക്കുള്ളത്. അതുപോലെ ഈ പേഷ്യൻസിൻ്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം. ആക്സസ് ടു കെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സഹായം ഏത് രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ വേണം സൊസൈറ്റി ബിഹേവ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. പിന്നെ അഡ്വാൻസ് ഡയറക്റ്റീവ് എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലീഗൽ ഡോക്യുമെന്റ് എഴുതി വെക്കാം. നമുക്ക് ഭാവിയിൽ മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കെയർ ടേക്കർ ആരാണ്, നമ്മുടെ വസ്തുവകകളോ മറ്റു കാര്യങ്ങളോ ഏൽപ്പിക്കാനുള്ളത്, നമ്മുടെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാനുള്ളത് ആരാണ്. അത്തരം ഒരു അഡ്വാൻസ് ഡയറക്റ്റീവ് നമുക്ക് നൽകുവാൻ ഈ ആക്ട് പറയുന്നുണ്ട്. അതുപോലെ ഇൻഷുറൻസ് കവറേജ്, മെന്റൽ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് ഇൻഷുറൻസ് കവറേജ് മസ്റ്റായിട്ട് കൊടുക്കണമെന്നാണ് പറയുവാനുള്ളത്. അതുപോലെ ബാൻ ഓൺ ഇൻഹ്യൂമൻ പ്രാക്ടീസസ്, മനുഷ്യത്വരഹിതമായ എന്തെങ്കിലും പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് നിലയ്ക്ക് നിർത്തേണ്ടത് ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്.
ഇതിന് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്, മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡുകളുണ്ട്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ മെന്റൽ ഹെൽത്ത് അതോറിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ വകുപ്പില് മെന്റൽ ഹെൽത്ത് അതോറിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനങ്ങളും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുറിച്ചിയിലുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. അത് സെൻട്രൽ മെന്റൽ ഹെൽത്ത് അതോറിറ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഹോമിയോപ്പതിയുടെ ധാരാളം ഡോക്ടർമാർക്ക് ധാരാളം അനുഭവങ്ങൾ ഇത്തരം മെന്റൽ കേസുകൾ ട്രീറ്റ് ചെയ്ത അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ലോകത്ത് ആദ്യമായിട്ട് തന്നെ ഹ്യൂമൻ മെത്തേഡ്, അതായത് മനുഷ്യത്വപരമായ ഒരു ഡയറക്ഷൻ മെന്റൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നൽകിയ മഹാനാണ് ഡോക്ടർ സാമുവൽ ഹനിമാൻ. കൃത്യമായ ക്ലാസിഫിക്കേഷനും ട്രീറ്റ്മെന്റ് പ്രൊസീജിയറും ഓർഗൻ ഓഫ് മെഡിസിനിൽ അഫോറിസം 310 മുതൽ 330 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ വിശദമാക്കുന്നില്ല. അപ്പൊ അതനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള പരിജ്ഞാനം നമുക്ക് ഉണ്ട്. എങ്കിലും പല സ്ഥാപനങ്ങളും ഈ മെന്റൽ പേഷ്യൻസിനെ കിടത്തി ചികിത്സിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലർക്കും അത് പറ്റുന്നില്ല. കാരണം ഈ മെന്റൽ ഹെൽത്ത് ആക്ട് നിലവിലുള്ളത് കൊണ്ട് വളരെയധികം പരിമിതികൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിലുണ്ട്. അപ്പൊ അതിന് പ്രത്യേക ബോർഡുകൾ, പ്രത്യേക സ്ഥാപനങ്ങൾ തന്നെ, പ്രത്യേക പ്രോജക്ട്സുകൾ തന്നെ വേണ്ടിവരും എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അപ്പോൾ ഇതിന്റെ ബേസിൽ പറയുവാനുള്ള ഒരു കാര്യം, നമുക്ക് പല ഡോക്ടർമാർക്കും പല ചികിത്സാ അനുഭവങ്ങൾ ഉണ്ടാകും. അതിനെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ക്യൂഡ് കേസുകളെ പറ്റി ഒരു സ്റ്റഡി നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടിയായിട്ട് ഹോമിയോ ഡോക്ടർമാർ ചെയ്യുവാനും. അത് പ്രൈവറ്റ് ആയാലും അതെ, ഗവൺമെന്റ് ഡോക്ടർമാരായാലും അതെ. എന്നിട്ട് പൈലറ്റ് പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, ഫോർമുലേറ്റ് പൈലറ്റ് പ്രോജക്ട്സ് ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ പ്രോജക്റ്റുകളുടെ സ്റ്റഡി, പൈലറ്റ് പ്രോജക്റ്റുകളുടെ റിസൾട്ട് വെച്ചുകൊണ്ട് വേണം നമുക്ക് പിന്നീട് ഒരു മെന്റൽ ഹെൽത്ത് സ്ഥാപനം തുടങ്ങുവാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ളത്. അത് ഗവൺമെന്റ് സെക്ടറിലുള്ള ഡോക്ടർമാർക്കും പറ്റും, പ്രൈവറ്റ് ഡോക്ടർമാർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിന് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ എല്ലാ സഹായവും നമ്മൾ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പൊ അതിന് ആദ്യമായിട്ട് നിങ്ങൾ ഒരു പ്രപ്പോസൽ തയ്യാറാക്കണം. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാപനങ്ങൾ എന്നൊരു കൺസെപ്റ്റ് വിട്ടിട്ട് വിശാലമായ ഏരിയ ഇതിന് വേണ്ടി വരും. നമുക്കറിയാം, പണ്ട് മെന്റൽ ഹെൽത്ത് സ്ഥാപനം തുടങ്ങിയപ്പോൾ ഉളാമ്പാറ അന്ന് വിജനമായ ഒരു സ്ഥലമായിരുന്നു, അധികം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ്. അതുപോലെ കോഴിക്കോട്ടെ കുതിരവട്ടം. അപ്പോൾ അതൊക്കെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു അന്ന് തിരഞ്ഞെടുത്തത്. ഇപ്പോഴും അവിടെ പോലും സ്ഥലപരിമിതി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഹോമിയോപ്പതി വകുപ്പ് ഒരു സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥലവിസ്തൃതിയുള്ള സ്ഥലങ്ങൾ, ഫർദർ ഡെവലപ്മെന്റിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ മെന്റൽ ഹെൽത്ത് അതോറിറ്റിക്ക് നൽകാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നൽകാവുന്നതാണ്. പിന്നെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് പ്രത്യേക മാർഗരേഖകളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് മാർഗരേഖകളുണ്ട്. അതുപോലെ തന്നെ പേഴ്സൺസിന് ആരെയൊക്കെ അവിടെ അപ്പോയിന്റ് ചെയ്യണം. നമ്മൾ സാധാരണ ഇപ്പം BHMS ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ MD ഉള്ളവർ എന്ന് പറയുമ്പോൾ സൈക്യാട്രിയിൽ MD ഉള്ള ഡോക്ടർമാരെ, അതാണ് അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അത് ആരോഗ്യ വകുപ്പിലായാലും ആയുർവേദ വകുപ്പിലായാലും സൈക്യാട്രിയിൽ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടർമാരെ വേണം ഇത്തരം പ്രോജക്റ്റുകൾ നിയമിക്കുവാൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിർഭാഗ്യവശാൽ കേരളത്തിൽ സൈക്യാട്രി MD ഉള്ള ഒരു സ്ഥാപനങ്ങളും ഇല്ല എന്നുള്ളത് ഇതാണ്. പക്ഷെ കുറിച്ചിയിൽ അവിടുന്ന് സൈക്യാട്രിയിൽ MD നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ആൾക്കാരെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഡോക്ടർമാർ മാത്രമല്ല, ഈ മെന്റൽ ഹെൽത്ത് പബ്ലിക് വർക്കേഴ്സ് ഉണ്ട്, അതിൽ ട്രെയിനിങ് കിട്ടിയ നേഴ്സുമാരുണ്ട്. അവരെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് വേണം ഈ സ്റ്റാഫ് പാറ്റേൺ തയ്യാറാക്കുവാൻ. അതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഈ മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം അത് വായിച്ചുകൊണ്ട്, അത് മെന്റൽ ഹെൽത്ത് ആക്ട് നമുക്ക് നെറ്റിൽ കിട്ടും, അത് വായിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. ആയുർവേദത്തിൽ സ്ഥാപനമുണ്ട്, മലപ്പുറത്ത് സ്ഥാപനമുണ്ട്, കോട്ടക്കൽ മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ ഒന്ന് ഭാവിയിൽ ഹോമിയോപ്പതി വകുപ്പിനും അല്ലെങ്കിൽ ഹോമിയോപ്പതി വിഭാഗത്തിനും ഉണ്ടാകണം എന്നതായിരിക്കണം നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരുണ്ടാവും, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാകും, അത് രേഖപ്പെടുത്തണം. അത് ഞാൻ നോട്ട് ചെയ്തിട്ട് അതോറിറ്റിയിൽ പ്രസന്റ് ചെയ്യാം എന്ന് അഷ്വർ ചെയ്യുകയാണ്.
തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. എന്നെ ഈ പ്രസന്റേഷന് ക്ഷണിച്ചതിന് IFHന്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്കിനി ചർച്ചയിലേക്ക് കിടക്കാം. ഓവർ ടു മനോജ്. ഓക്കെ, ഡോക്ടർ പ്രദീപ് വളരെ കാര്യമായിട്ടെല്ലാം പറയുകയുണ്ടായി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. അങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയും അതിലൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യേണ്ട കപ്പാസിറ്റി ബിൽഡിംഗ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് വളരെ കുറവാണ്. ഇപ്പൊ തന്നെ ആയുഷ് യൂണിവേഴ്സിറ്റി വന്നപ്പോഴും കണ്ട കാര്യം അതാണ്. 99% പേര് മിണ്ടാതിരിക്കുകയും 1-2 പേര് പറയുകയും അവര് അതിന്റെ ഒരു എന്താ പറയാ ഒരു മൈക്കായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. പൊതുവെ എല്ലാത്തിലും കാണുന്ന ഒരു ഇൻഹിബിഷൻ നമുക്ക് മാറേണ്ടതുണ്ട്. എന്തെങ്കിലും രോഗമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇവിടെ ഹോമിയോപ്പതിയുടെ ക്ലെയിം എന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും മറ്റ് പല വിഷയങ്ങളും സംഭവിച്ചു, ഇവിടെ സംഭവിച്ചു. നമ്മൾ പറയുമല്ലോ, മണ്ണും ചാരിയുന്ന പെണ്ണും കൊണ്ട് പോയെന്ന് പറയും. ശരിക്കും അതാണ് സംഭവിച്ചത്. അത് 1800 മുമ്പ് തന്നെ ഈ മെന്റലിസ്റ്റിനെ കുറിച്ച് ട്രീറ്റ് ചെയ്യുകയും എങ്ങനെ രോഗികളെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ വ്യക്തമായി ഗൈഡ് ലൈൻ കൊടുക്കുകയും ചെയ്ത ഡോക്ടർ സാമുവൽ ഹൈൻമാന്റെ ഹോമിയോപ്പതി എവിടെ നിൽക്കുന്നു? അന്ന് ഈ രോഗികളെ കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് അടിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടുവന്നിരുന്ന് എവിടെ നിൽക്കുന്നു? അപ്പൊ ആമയും മുയലിന്റെ കഥ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും നമ്മൾ മിടുക്കന്മാരും, പക്ഷെ നമ്മൾ പുറകോട്ടാവും. അപ്പൊ ആ ഒരു സമീപനം മാറേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഡോക്ടർ പ്രദീപ് പറഞ്ഞൊരു ശ്രദ്ധേയ ഒരു കാര്യം, വിവിധ മേഖലകളിലുള്ളവർ ഈ മെന്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു തിരിച്ചറിവാണ് ആരോഗ്യ രംഗത്ത് എനിക്ക് തോന്നുന്നു. വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ ആരോഗ്യത്തെ ഇങ്ങനെ സമീപനം ശരിക്കും തോന്നുന്നില്ല. വേറെ സിമിലർ ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽ ആൾക്കാരെ പോലും ഉൾപ്പെടുത്താത്ത ഒരു സ്ഥലത്താണ് ഇപ്പോ വിവിധ മേഖലയുള്ളവര് 12 അംഗങ്ങളല്ലേ ഡോക്ടർ പ്രദീപ്? 12 അംഗങ്ങളല്ലേ? പ്രദീപ് സാർ ഇനി വീഡിയോ ഓൺ ആക്കായിരുന്നു. അതെ, അതെ, 12 പേരുണ്ട്. അതെ, 12 പേര് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? പ്രദീപ് സാറേ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം നമ്മളുടെയൊക്കെ തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനും നമ്മളൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇതൊന്നും ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റാത്തത്. സാറ് പറഞ്ഞ പോലെ തന്നെ പരമാവധി എല്ലാവരും കേസ് നോട്ട് ചെയ്ത് വെക്കുകയും, ഞാൻ പണ്ടൊരിക്കല് ഒരു കേസ് ഒരു ഇതുപോലെ തന്നെ മാനസിക പിരിമുറുക്കവും സമ്മർദ്ദമായിട്ട് വഴിനീളെ നിന്ന് പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന, എല്ലാ വർഷവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഷ്യന്റ് ട്രീറ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ അന്ന് അത് ട്രീറ്റ് ചെയ്ത് വളരെ കാരണം ഇവരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റാവുന്ന സ്റ്റേജ് ആയിരുന്നു. പക്ഷെ വെള്ളത്തിൽ ഒഴിച്ച് മരുന്നെല്ലാം കൊടുത്ത് സംഭവം പൂർണ്ണമായിട്ട് അത് മാറി. അത്ഭുതകരമായ രീതി മാറി. ഇത് എല്ലാ വർഷവും കറക്റ്റ് കുറെ സമയത്ത് ഇവരിങ്ങനെ റോഡിൽ കൂടി പഴയ പാണ്ടക്കെട്ടും തൂക്കി ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണം എടുത്തു. നമുക്ക് തോന്നുന്നു ഏതാണ്ട് വലിയ പേപ്പർ വായിക്കുകയാണ്. അത് വെച്ച് ഇങ്ങനെ വായിച്ച് അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതിങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരിക്കൽ ഇവരുടെ അനിയത്തി എന്നോട് എന്ന് പറഞ്ഞത്, സാറേ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുകയാണ്, നമുക്ക് സാറിനോട് ഹോമിയോ മരുന്ന് കൊടുക്കാൻ അടുത്തൊരു ഡോക്ടർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ സാറൊന്ന് മരുന്ന് തന്നാൽ അത് മാറുമെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. സാറ് പ്രദീപ് ഡോക്ടർ ഔട്ടായി, ഇപ്പൊ കേറും. അപ്പൊ അങ്ങനെ ആ കേസില് നമ്മളെ ഒരു ഒബ്സർവേഷൻ വെച്ചുകൊണ്ട് കറക്റ്റ് ടിപ്പിക്കൽ സൾഫർ ആണത്. അപ്പൊ അതെല്ലാം കൊടുത്ത് സൾഫർ ഞാനിങ്ങനെ 0.3 എടുത്ത് വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് പറഞ്ഞ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇത് കുടിച്ച് കുറച്ച് നാള് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേ ഇതിനെ അടുത്ത് തൊട്ടൊരു വീട്ടിൽ ഹൗസ് വാമിംഗ് ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പേഷ്യന്റ് അവിടെ ഇരിക്കുക, അതൊക്കെ എന്നെ കണ്ടുകൊണ്ട് എന്റെ അടുത്തോട്ട് വരുന്നത്, ഡോക്ടറെ നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഞാൻ ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നവരെ അവരടുത്ത് നിൽക്കുന്നു. പക്ഷെ അത്ര കണ്ട് മാറ്റം വന്നു. അപ്പൊ ഞാൻ ഓർത്ത് അത്ഭുതമാണല്ലോ ഈ സംഭവിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ഓർത്ത് തൽക്കാലത്തേക്കുള്ളൊരു പ്രതിഭാസമായിരിക്കുമെന്ന്. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഇവരുടെ അനിയത്തി വന്നിട്ട് പറഞ്ഞു, സാറേ ഇപ്പൊ ഉമ്മക്ക് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഈ ആൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഈ പ്രശ്നം ഉണ്ടായില്ല. അത് റെക്കാർഡിക്കൽ ഒരു എവിഡൻസ് ആയിരുന്നു. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു പേഷ്യന്റ് ട്രീറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഒരിക്കലും കേസ് ഷീറ്റ് പോലും ഞാൻ എഴുതിയില്ല. കാരണം ആള് വന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കഥ വെച്ചാണ് ഇവർക്ക് മരുന്ന് കൊടുക്കുന്നത്. അപ്പം
സംഭവം അങ്ങോട്ട് വലിച്ചു. ഇന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും അവർ പിന്നീട് ഏകദേശം 25 വർഷങ്ങളോളം ജീവിച്ചു. അവർക്ക് പിന്നെ പനി വന്നാലും വയറിളക്കം വന്നാലും എന്ത് വന്നാലും ഇവർ വരും. അപ്പൊ ഞാൻ മരുന്ന് കൊടുക്കും. അങ്ങനെ വന്നതല്ലാതെ ഒരിക്കൽ പോലും ഇവർക്ക് ഈ മാനസിക രോഗം എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് അവരുടെ ശരീരം പോയിട്ടില്ല, അവരുടെ മനസ്സും പോയിട്ടില്ല. അവര് പിന്നീട് കുറെ കൂടി വൃത്തിയായിട്ട് നടക്കുമായിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഞാൻ ഇത് വെച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതി, ഹോമിയോപ്പതിക് മെഡിസിൻസ് ആർ സൂപ്പർ കൗൺസിലേഴ്സ്. അത് ഞാൻ ISK ന്യൂസിൽ അത് പബ്ലിഷ് ചെയ്യും. അത് പിന്നീട് 2-3 മാഗസിനുകളിൽ ഞാൻ പബ്ലിഷ് ചെയ്തു. കാരണം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കേസാണ്. അപ്പൊ ഹോമിയോപ്പതി, അപ്പൊ നമ്മളിപ്പോ ഇതിൽ തന്നെ ഒരു വിഷയം വരുന്നുണ്ട്. നമ്മൾ ക്യൂറെന്ന് അവകാശപ്പെടാൻ പാടില്ലെന്നൊരു വകുപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ ക്യൂർ ആയി കഴിയുമ്പോൾ നമുക്ക് ക്യൂർ എന്ന് പറയാൻ പോലും ഇനി പറ്റാത്തൊരവസ്ഥയാണ് നിലവിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള കറക്ഷൻ കൂടി നമുക്ക് വേണ്ടിയിരിക്കുന്നു. സാറ് അതായത് NCHന്റെ ഒരു പുതിയ ഇത് വന്നല്ലോ. നമ്മൾ ഇങ്ങനെയുള്ള കുറെ രോഗങ്ങൾ ചികിത്സിച്ചാലും അത് പൂർണ്ണമായിട്ട് ഭേദമായെന്ന് അവകാശപ്പെടാൻ പാടില്ലെന്ന് നമുക്കറിയാം. നമ്മുടെ ഫസ്റ്റ് അഫോറിസത്തിൽ തന്നെ പറയുന്നത് ദ ഹയസ്റ്റ് ഐഡിയൽ ഓഫ് the physician high and only mission is to restore the sick to health, to cure as it can. അപ്പോൾ രോഗിയെ പൂർണ്ണമായിട്ട് പഴയ അവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞാൽ രോഗം മാറി. അപ്പൊ രോഗം മാറിയെന്ന് നമുക്ക് പറയാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു പെൻഡിങ്. കാരണം ഇതിന് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്, അവരുടെ രേഖകളിൽ IMA, അതായത് മോഡേൺ മെഡിക്കൽ സംവിധാനം കൊടുത്തിരിക്കുന്ന നോട്ടാണ് അവിടെ വായിക്കുന്നത്. നമ്മുടെ NCH ഇതിന് മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഹോമിയോപ്പതിയിൽ ഇങ്ങനെ ക്യൂറിന് സാധ്യതയുള്ള പല രോഗങ്ങളും ഉണ്ടെന്നും അത് ക്യൂറായി കഴിഞ്ഞാൽ അത് പിന്നീട് വരാൻ സാധ്യതയില്ലെന്നും എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ സാറിന്റെ ഒരു അഭിപ്രായം കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇത്രയാണ് എന്റെ കേസ്. സാറ് കേട്ട് കാണുമോ? ഓക്കെ, കേട്ടിട്ടുണ്ട്. ഓക്കെ, ഡോക്ടർ പ്രദീപ് സംസാരിക്കാമോ? ഓക്കെ. സൾഫർ കൊടുത്ത കേസല്ലേ സാർ? ഓക്കെ ഓക്കെ ഓക്കെ. സാർ പറഞ്ഞതുപോലെ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ഡോക്ടർമാർക്കും ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ റെക്കോർഡിക്കലായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. അത് മെന്റൽ കേസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ കഴിയുന്നത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആരെങ്കിലും പോയി ഡയഗ്നോസ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളത് കോമ്പറ്റന്റ് അല്ല എന്നുള്ളതാണ് നിയമപരമായി അവർ പറയുന്നത്. അല്ല നമ്മുടെ പറയുന്നത്. അപ്പം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ് സർട്ടിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ നമ്മുടെ ട്രീറ്റ്മെന്റ് കൊടുക്കാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് തിരുവനന്തപുരത്ത് സീതാലയ ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരമായിട്ട് ഒരു സൈക്കാട്രിസ്റ്റ് വരുമായിരുന്നു, ഡോക്ടർ അബ്ദുൽ ബാരി. അദ്ദേഹമാണ് നമ്മുടെ അവിടെ അത്തരം കേസുകൾ, ഇപ്പൊ ആൻസൈറ്റി ആയാലും ഡിപ്രഷൻ ആയാലും ബൈപ്പോളർ ആയാലും അതുപോലെ ഷിസോഫ്രീനിയ ആയാലും സാറാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അദ്ദേഹം ഡയഗ്നോസ് ചെയ്യുക മാത്രമേ ഉള്ളൂ, മരുന്ന് എഴുതാറില്ല. മരുന്ന് കൊടുക്കുന്നത് നമ്മുടെ ഹോമിയോ ഡോക്ടേഴ്സാണ്, സീതാലയത്തെ ഡോക്ടർമാരാണ് മരുന്ന് കൊടുക്കുന്നത്. പിന്നീട് അത് മാറുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതും സൈക്കാട്രിസ്റ്റ് തന്നെയാണ്. അത്തരം കമ്പൈൻ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഡോക്ടർമാരെ കൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. ഡോക്ടർക്ക് വളരെ ഷുവറായ ഹോമിയോ മരുന്നുകൾ കൊണ്ട് വീഡിയോ ഒന്ന് ഓഫ് ചെയ്തേക്കണേ, വീണ്ടും ശബ്ദ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ. ഹോമിയോ മെഡിസിൻസ് കൊണ്ട് സൈക്കാട്രി സിംറ്റംസ് മാറും എന്ന ഡോക്ടറെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡോക്ടർ വളരെയധികം പല വേദികളിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു എന്താണ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇത്തരം കേസുകൾ മാറ്റി എന്ന് നമുക്ക് ഉറപ്പോടെ വിത്ത് എവിഡൻസ്, കേസ് റെക്കോർഡ് എവിഡൻസോടും കൂടെ മാത്രം. അതുപോലെ തന്നെ സൈക്കാട്രിയിൽ ഇപ്പൊ ആൻസൈറ്റി ആയാലും ഡിപ്രഷൻ ആയാലും മറ്റു രോഗങ്ങളായാലും അസസ് ചെയ്യുന്ന സ്കെയിലുകളുണ്ട്. അപ്പൊ അത്തരം ടൂളുകൾ നമ്മൾ നമ്മുടെ ഈ പ്രോജക്റ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സൈക്കോളജി പഠിച്ച ആളുകളാണ്, സൈക്കോളജിസ്റ്റുകളാണ് നമ്മൾ ഇത്തരം പ്രോജക്റ്റുകൾ ഉള്ളത്. അവർ ഇത്തരം ടൂൾസ് വെച്ച് ഐഡന്റിഫൈ ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്തരം കേസുകൾ പ്രസന്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പം അത്തരം കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ നോക്കണം.
സാറേ ഇവിടെ നമ്മൾ എവിഡൻസ് എന്ന് പറയുന്ന ഇത് ഈ കേസിലാണെങ്കിൽ പോലും ഇത് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്ന പേഷ്യന്റ് ആണ്. അവരുടെ ഡോക്യുമെന്റ്സ് ഇല്ലാതെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും വാങ്ങിയില്ല. കാരണം അത് എപ്പോഴെങ്കിലും വാങ്ങിക്കാമായിരുന്നു ആ സമയത്തൊക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് നാളെ എനിക്ക് അവകാശപ്പെടാനുള്ള ഒരു കേസാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതുപോലെ തന്നെ ഈ കേസിൽ എന്നോട് പറഞ്ഞു വിട്ടത് എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടത് ഒരു ഓർത്തോ ഡോക്ടർ ആയിരുന്നു. ഓക്കെ. ഇതാണ് അതിന്റെ ഇത്. അപ്പൊ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് കേസായാലും നമ്മൾ വേഗമായിട്ട് സംശയം ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അയക്കുക എന്നുള്ളതാണ്. അതുപോലെ ഐ പി മാനേജ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആശുപത്രിയിൽ പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും മെന്റൽ ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്താൽ 24 hours അവരുടെ റിവ്യൂ ബോർഡിനെ വിത്ത് കേസ് റെക്കോർഡ് അയച്ചു കൊടുക്കണമെന്നാണ് പുതിയ നിയമം. അപ്പം ട്രീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കണം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഈ മെന്റൽ പേഷ്യൻസുമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതുപോലെ വേറൊരു സംഭവം ഉണ്ടായി സാറേ. ഇതുപോലെ ഒരു കുട്ടിയെ, ഒരു 3 വയസ്സുള്ള കുട്ടിയെ, പെൺകുട്ടിയാണ് ഞാനിങ്ങനെ ട്രീറ്റ് ചെയ്തത്. കാരണം ഇതൊക്കെ വീട്ടുകാർ മാത്രം അറിഞ്ഞുള്ള ഒരു ചികിത്സയാണുള്ളത്. അപ്പൊ ആ കുട്ടി പ്രശ്നങ്ങളുടെ ഇടയിൽ ആ കുട്ടിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നു. കുട്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ വീട്ടുകാരും അവരുടെ തന്നെ ഒരു ബന്ധുക്കളും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ഈ കുട്ടി ചില രഹസ്യങ്ങൾ നമ്മളോട് പറയുകയും അത് നമ്മൾ പബ്ലിക് ആകേണ്ട കാര്യമില്ല, അതങ്ങനെ കൊണ്ടു നടന്നു. പക്ഷെ അവസാനം അതൊരു ഓക്സോ കേസ് പോലെ എത്തി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അടുത്ത് വന്നത് ഇതിന്റെ പോലീസ് ഓഫീസർ ഉൾപ്പെടെ ആയിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, അവര് ലേഡി ആയതുകൊണ്ട്. പിന്നീട് ഒരു വിധത്തിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണമൊക്കെ വന്ന് കോടതിയിൽ അവരങ്ങനെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്നാലും അവര് നമുക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് തടി തപ്പിയെന്ന് പറയാം. അതല്ലെങ്കിൽ അപ്പൊ നമ്മൾ അകത്താകും. കാരണം ഇത് അറിയിച്ചില്ല എന്നുള്ളൊരു, എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അറിയിച്ചില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് സംഭവം ചോദിച്ചു. പക്ഷെ ഓഫീഷ്യൽസ് എല്ലാം അറിയാം നമ്മൾ സിൻസിയർ ആണെന്നും ഇങ്ങനെയുള്ള പല കേസുകളും മാനേജ് ചെയ്യുന്ന ആളാണെന്നും. അതുകൊണ്ട് തന്നെ ഇത് ഇടിയൊന്നും കിട്ടാതെ നമ്മള് കേടുപറ്റാതെ രക്ഷപ്പെടും. എന്തായാലും നമുക്ക് ഷൈൽ ഡോക്ടറിലേക്ക് പോകാം. ഷൈൽ ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്യാമോ? പ്രദീപ് സാറിന് നമസ്കാരം. നമസ്കാരം. എന്തായാലും എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റില് ഹോമിയോപ്പതി ഡോക്ടറെ സെലക്ട് ചെയ്ത് സാറ് ആ സ്ഥാനത്ത് വന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു ആദ്യമായിട്ട്. കൂടാതെ ഗവൺമെന്റ് തലത്തില് മെന്റൽ ഹെൽത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നു എന്നറിഞ്ഞതിലും വളരെ സന്തോഷം. എന്തെല്ലാം നിയമങ്ങളും മെന്റൽ ഹെൽത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളാണല്ലോ സർക്കാർ ചെയ്യുന്നതല്ലേ. അവരെ സംരക്ഷിക്കുന്നതിനും അവരെ ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നു എന്നറിഞ്ഞതിലും വളരെ സന്തോഷം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ എല്ലാ പ്രൈവറ്റ് ഡോക്ടർമാരുടെ അടുത്തും ഗവൺമെന്റ് ഡിസ്പെൻസറികളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ഒത്തിരി കേസുകൾ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് പേഷ്യൻസ് വരുന്നുണ്ട്. എങ്കിലും അതിനൊരു പ്രത്യേക വിഭാഗം നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചെങ്കിലും ഈ മെന്റൽ ഹെൽത്തിന് ഒരു വിങ് തുടങ്ങുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കൊള്ളാം. അതെ. ഒരു ഒ പി എങ്കിൽ നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. ഒ പി എങ്കിൽ ഐ പി വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഐ പിക്ക് അവരുടെ സംരക്ഷണം കൊടുക്കുക. ചില പേഷ്യൻസിന് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്, അഗ്രസീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അത്തരം കേസുകൾ മാനേജ് ചെയ്യാൻ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ. അതിന് ചില ഗൈഡ് ലൈൻസും ഉണ്ട്. പക്ഷേ മിനിമം ഒ പി എങ്കിലും നമുക്ക് ചെറിയ ഫോബിയാസ് നമുക്ക് മാറ്റാം. ചില ആൻസൈറ്റി ഡിസോർഡേഴ്സ് മാറ്റാൻ പറ്റും. അപ്പം ചെറിയ ചെറിയ രോഗങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഈ ഫീൽഡിൽ ചുവടുറപ്പിക്കുകയും പിന്നീട് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒ പി എങ്കിലും ആദ്യം ഒന്ന് തുടങ്ങിയാലേ എല്ലാ ഹോസ്പിറ്റലുകളും കേന്ദ്രീകരിച്ചു. അതെ. പിന്നെ ചില മാനസിക രോഗികളാക്കാനായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം
ഇപ്പം മരുമകൾക്ക് ഇന്ന അസുഖമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം, വേറെ ചില ഇഷ്യൂസ് ആയിരിക്കും, ഇപ്പം സാമ്പത്തിക പ്രശ്നമോ ഡൗറി പ്രശ്നമൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ ഇത് ഇമ്പോസ് ചെയ്ത് അവരെ രോഗികളാക്കി മാറ്റുവാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നതും അത്തരം കേസുകളെ പ്രൈവറ്റായിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പോലീസിനെ അറിയിക്കേണ്ട കേസ്, ഇപ്പം ഗണേഷ് സാറ് പറഞ്ഞതിന്റെ കേസ് പറഞ്ഞതുപോലെ പോലീസിന് ഇടപെടേണ്ട കേസുകൾ അത്യാവശ്യം അത് കൊണ്ട് തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർമാർക്ക് പ്രശ്നമാകും എന്നുള്ള കാര്യം കൂടെ. കാരണം ഈ ആക്ടുകൾ വളരെ ശക്തമാണ്. എപ്പോഴും പേഷ്യന്റിന്റെ കൂടവേ ആക്ടിന്റെ ആൾക്കാർ നിൽക്കുകയുള്ളൂ, നിയമം നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഡോക്ടർമാർ അക്കാര്യത്തിൽ വളരെ കെയർ എടുക്കണം. ഒരാളുടെ ഒരു പാരന്റിന്റെ മാത്രം അല്ലെങ്കിൽ കൊണ്ടുവന്ന ആളിന്റെ മൊഴി മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ സൈക്യാട്രി കേസാണ് അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലം ഉള്ളവരാണ് എന്ന് വിധി എഴുതുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോക്സോ കേസുകൾ അടിയന്തരമായിട്ട് പോലീസിന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കേസുകളാണ്. അതിൽ ചിലപ്പോൾ ഫേക്ക് കേസുകളും ഉണ്ട്. ഇപ്പം ഭർത്താവിനെ കുറ്റപ്പെടുത്താനായിട്ട് മകനെ കൊണ്ട് അല്ലെങ്കിൽ മകളെ കൊണ്ട് മൊഴി പറയിപ്പിച്ച് അച്ഛനെയും അമ്മമാരെയും ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം മുന്നോട്ട് പോകാൻ. ജില്ലാ ആശുപത്രിയിൽ ശീതാലയ യൂണിറ്റിൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനം ഉണ്ട്. ഇപ്പം കൗൺസിലിംഗ് കൊടുക്കുന്നത് ഇപ്പൊ എല്ലാവരും കൗൺസിലേഴ്സ് ഉണ്ടല്ലോ, കുറേ അധികം പള്ളിയിലച്ചന്മാരും മുതിർന്ന ആളുകളും ഒക്കെ അധ്യാപകരും ഒക്കെ കൗൺസിലേഴ്സായിട്ട് അവതരിക്കാറുണ്ട്. പക്ഷെ കൗൺസിലിംഗ് കൊടുക്കാൻ ഇവർക്കാർക്കും അവകാശമില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും കൗൺസിലിംഗിൽ പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവർ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവർ വേണം കൗൺസിലിംഗിന് വേണ്ടി ഇരിക്കുവാനുള്ളത്, അല്ലെങ്കിൽ അത് വിപരീത ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം കൗൺസിലേഴ്സിന് വേണ്ട അടുത്ത് നമ്മൾ വിടുമ്പോൾ അവർ ക്വാളിഫൈഡ് ആണോ എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അവര് ഇവരെ മിസ്യൂസ് ചെയ്യുന്ന കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കൗൺസിലേഴ്സിന്റെ സെലക്ഷൻ നമ്മൾ കൃത്യമായി നടത്തണം. അതുപോലെ ഈ സൈക്യാട്രി സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് മിനിമം 2 years കോഴ്സ് പാസ്സായിരിക്കണം. എംഫിൽ സൈക്കോളജി, BA MA മാത്രം പോരാ, എംഫിൽ സൈക്കോളജി ഉള്ളവരെയാണ് നമ്മൾ പ്രോജക്റ്റുകളിലൊക്കെ ഇപ്പോൾ എടുക്കുന്നത്. അവർക്ക് മാത്രമേ നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ രജിസ്ട്രേഷൻ മെന്റൽ ഹെൽത്ത് അതോറിറ്റി നൽകാറുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കണം. അപ്പൊ അത്തരം ആളുകളെ നമ്മൾ പ്രോജക്റ്റുകളിലും ഒന്ന് ഒഴിവാക്കണം. അത്തരം ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ കേസുകൾ വിടുന്നതും ഒഴിവാക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഡോക്ടർ ഷൈല പറഞ്ഞ പോലെ ഈ കേരളത്തിൽ 34 ആശുപത്രികളുണ്ട്. ഈ സ്പെഷ്യലിസ്റ്റുകളായിട്ട് സൈക്യാട്രി PG ഉള്ള പലരും ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് IFPH ഓൾറെഡി നമ്മൾ മന്ത്രിക്ക് മെമ്മോറണ്ടം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു കാര്യം കൂടെ പരാമർശിച്ചിട്ടുണ്ട്. അത് മെന്റൽ ഹെൽത്ത് അതോറിറ്റി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ സപ്പോർട്ടും ഉണ്ടാവും. അവർക്കും കുറച്ച് പേർക്ക് ഈ പ്രോജക്റ്റുകളിൽ ജോലി കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ റിയൽ സ്പെഷ്യലിസ്റ്റുകളാവും. നമുക്ക് 34 ആശുപത്രികൾ ഉണ്ടല്ലോ, 34 കൺസൾട്ടന്റ് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റും, ഒരുപാട് ഗുണവും ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിപ്പാർട്ട്മെന്റിന് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ, ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ, പ്ലാൻ ഫണ്ടിൽ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നാമ പ്രോജക്റ്റുകൾ വെക്കുമ്പോൾ ഈ എന്താ പറയുക, നമുക്ക് ഫീസിബിൾ അല്ലാത്ത പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇതിലോട്ട് മാറ്റിയാൽ മതിയാവും. കാരണം അത്രമാത്രം വർക്ക് ലോഡാണ് ഈ ഫീൽഡിലുള്ളത്. ഇതിപ്പോ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഓർമ്മല്ലേ, സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടാണ് ആയുഷ് യൂണിവേഴ്സിറ്റിക്ക് വരുന്നത് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇത്രയും പൈസ തരുന്ന അവര് തയ്യാറായപ്പോ നമ്മൾ ഈ പാത്രം എടുത്ത് കമത്തുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വെട്ടിലൊന്ന് മെന്റൽ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ 80 പേര് എടുത്താൽ 10 പേര് മെന്റൽ ഇഷ്യൂസ് ഉള്ളവരാണ്. അത്രമാത്രം വോളിയം ഓഫ് വർക്ക് ഉണ്ട്. പക്ഷെ അത് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, എബ്രഹാം ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, പറഞ്ഞോളൂ ഡോക്ടറെ. നമുക്ക് ഹോമിയോപ്പതിയുടെ സാധ്യത പറയുമ്പോൾ ഈ സദ്ഗമയിലുള്ള സാധ്യത ഞാൻ കുറച്ച് വർഷങ്ങൾ ഗവൺമെന്റ് ജോലി ചെയ്യുമ്പോൾ നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്. കാര്യം ഇന്ന് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും ചർച്ചയായിരിക്കുന്ന ആ 13 വയസ്സായിയുടെ പ്രശ്നം തന്നെ അവളെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സാഹചര്യം, ഇത്തരം സാഹചര്യമുള്ള എത്രയോ പേര് നമ്മുടെ ട്രീറ്റ്മെന്റിൽ രക്ഷപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ ഈ സ്വഭാവത്തിന്റെ വൈകൃതം കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ മെഡിസിൻ കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം ഷൈല ഡോക്ടർ പറഞ്ഞതുപോലെ അപ്പം ഗവൺമെന്റിന്റെ ശ്രദ്ധ ഈ
നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്വന്തം ഈ നമ്മുടെ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് അത്ര യൂണിറ്റ് അത്യാവശ്യമായിട്ട് മെന്റൽ കേസിനും പ്രത്യേകിച്ചും അഡോളസൻസിന് കണ്ടക്ട് ഡിസോർഡർ, ഓപ്പോസിറ്റ് ഡിഫൈൻഡ് ഡിസോർഡർ തുടങ്ങിയ സാധനങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൗകര്യം ഒരുക്കേണ്ടതാണ്. പിന്നെ പ്രദീപ് ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഈ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യകത. സൈക്കോളജിസ്റ്റ് ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാട് സൈക്കോളജിസ്റ്റ് രംഗത്തുണ്ട്, പ്രത്യേകിച്ചും അച്ഛന്മാര് വളരെ ആധികാരികമായിട്ട് എനിക്കറിയാം. ഞാൻ 2-3 കേസ് എൻ്റെ അങ്ങനെ കുളമായിട്ട് പോയിട്ടുണ്ട്. അവര് പോയി വലിയ ഡിഗ്രിയൊക്കെ വിദേശ ഡിഗ്രിയൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവര് കാണിക്കുന്ന ഭയങ്കര സങ്കടകരമായിട്ട് സംഗതികളാണ് കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും അടുപ്പമുള്ള 1-2 പേര് അവിടെ പോയി കുളമായി പോയിട്ടുണ്ട്. അവര് ഈ അഡ്വൈസാണ് കൊടുക്കുന്നത്, മൊത്തം കൗൺസിലിങ്ങിന് പോയിട്ട് അഡ്വൈസാണ് കൊടുക്കുന്നത്. അത്തരം പ്രശ്നങ്ങളെ ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ട അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഫീൽഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നടപടിയെടുക്കാൻ പ്രദീപ് ഡോക്ടർ ശ്രമിക്കും. അതുപോലെ ഈ പോസ്റ്റിലെത്തിയ ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള രീതിയിൽ ഈ പോസ്റ്റിലെത്തിയ പ്രദീപ് ഡോക്ടറെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ. ഓക്കെ, അടുത്ത് ജയചന്ദ്രൻ ഡോക്ടർ. ജയചന്ദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ. ഹലോ, കേൾക്കാം, പറയൂ ഡോക്ടർ, കേൾക്കാം. ഇന്നത്തെ വിഷയത്തെ പറ്റി നമ്മുടെ ഡോക്ടർ പ്രദീപ് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അദ്ദേഹത്തിന് വളരെ നന്ദിയുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പല കേസുകളും ഞാൻ ഡോക്ടർ നിഷയുടെ അടുത്തോ അല്ലെങ്കിൽ ഹരികുമാർ ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ ഡോക്ടർ ഇസ്മായിൽ സെട്ടിൻ്റെ അടുത്തോ റെഫർ ചെയ്ത് അദ്ദേഹം പറയുന്ന മരുന്നുകളൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ 1-2 പറഞ്ഞവര് ഇവര് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഇവർ തൂങ്ങിച്ചാവേ വേറെ എന്തെങ്കിലും പ്രശ്നം കുളത്തിൽ ചാടുകയൊക്കെ ചെയ്താൽ നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലിലൊക്കെ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെയുള്ളവർക്ക് അങ്ങനെ മരുന്ന് നേരിട്ട് കൊടുക്കാറില്ല. പിന്നെ ഞാൻ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ അച്ഛൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്, ആളുകളടുത്ത് ആളുകളുടെ നമ്മളിൽ ഓപ്പറേഷന് പോകുമ്പോൾ ഓപ്പറേഷനിൽ എന്തെങ്കിലും പറ്റിയ ചത്തു ഒപ്പിട്ട് വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ആളുകളെ ഞാൻ എഴുതി വാങ്ങിച്ചിട്ടേ ഞാൻ ഒരു ഉള്ളി മരുന്നെങ്കിലും മറ്റുള്ളവർ പറഞ്ഞെങ്കിലും കൊടുക്കാറുള്ളൂ. അങ്ങനെ പല കേസുകളും നമ്മുടെ മരുന്നിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് എനിക്കറിയാം. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ കോളേജുകളിൽ ഇതിനു വേണ്ടി പ്രത്യേക ഒരു PG കോഴ്സ് തന്നെ ഉണ്ടാക്കി ഇപ്പോൾ പഠിച്ചിറക്കുന്ന നമ്മളെ ഡോക്ടർമാർ കുറെ കൂടെ ബോധവൽക്കരിക്കുകയും അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ തന്നെ ഇതിനായിട്ട് പ്രത്യേകം ഒരു OP അല്ലെങ്കിൽ പ്രത്യേകം കുറച്ച് വാർഡ്, ബെഡ് ഇങ്ങനെയുള്ളതൊക്കെ തയ്യാറാക്കുകയും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അധികാരികളെ ബോധവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ പ്രദീപ് വിചാരിച്ചാൽ ഇതെല്ലാം അന്വേഷണമാക്കാൻ കഴിയും. ഓക്കെ, തീർച്ചയായിട്ടും നല്ല ഇതാണ്. പിന്നെ നമുക്ക് ഇനി ഒരു ഫീൽഡിലൂടെ നമുക്ക് തുറന്നു വരുന്നുണ്ട്, അതായത് വാർദ്ധക്യകാല മാനസിക പ്രശ്നങ്ങൾ. അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പുതിയൊരു വകുപ്പ് തന്നെ അതിനായിട്ട് ഗവൺമെന്റ് സജ്ജമാകുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് ആൾക്കാര് ഒരു പ്രോജക്റ്റ്, നമുക്കൊരു പൈലറ്റ് പ്രോജക്റ്റ് വാർദ്ധക്യകാല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, ജിറിയാട്രിക് സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അത് അഡ്രസ് ചെയ്യുന്ന രീതിയിലെങ്കിലും നമുക്ക് ഇടപെടാൻ പറ്റിയാൽ നമുക്കൊരു പൈലറ്റ് പ്രോജക്റ്റ് എങ്കിലും അതിൽ വെക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അതുപോലെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം സദ്ഗമയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ സൈക്യാട്രി ഇസ്റ്റിനെ നിയമിച്ചുകൊണ്ട് അതും കൂടെ അസസ് ചെയ്തുകൊണ്ട് ഈ റിസൾട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പം കോട്ടയത്ത് സെന്റർ ഉണ്ടെങ്കിലും സ്റ്റേറ്റ് സർവീസിലുള്ള ആർക്കും തന്നെ അവിടെ ഒരു എൻട്രിയോ അവിടെ ചെന്ന് കേസ് കാണുവാനോ അല്ലെങ്കിൽ അവിടെ ട്രീറ്റ് ചെയ്യാനോ ഉള്ളൊരു അവസരമില്ല. അപ്പം അത് വളരെ കോൺഫിഡൻഷ്യലായിട്ട്, പിന്നെ അതുപോലെ ഈ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് ഒരു ഡിസീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നാട്ടുകാരോടൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ്. വേണ്ടപ്പെട്ടവരെ അറിയിക്കുക, എന്നതിലുപരി വേണ്ട പബ്ലിസിറ്റി കൊടുത്ത് അത്തരം കേസുകൾ പ്രസന്റ് ചെയ്യുന്നതും സൂക്ഷിച്ചു വേണം. നമ്മൾ സെമിനാറിനൊക്കെ വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ആ വ്യക്തികളുടെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് വേണം പ്രസന്റ് ചെയ്യുവാനും മറ്റുള്ളവരുടെ അവതരിപ്പിക്കാനും. അക്കാര്യങ്ങൾ കൂടെ നമ്മുടെ ഡോക്ടർമാർ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വളരെ ശരിയാണ്. ഇപ്പൊ ഈ അടിമയൊക്കെ ബാധിച്ച് വയസ്സായ ആളുകളെയൊക്കെ സ്വന്തം മക്കൾ തന്നെ അടിച്ചിറക്കി ദൂരെ കളയുകയും തീ കൊളുത്തി കൊല്ലുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഈ വിഷയവും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് നന്നായി. ഈ വിഷയത്തിന്മേലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വളരെ നന്നായിരിക്കും തോന്നുന്നു. ഓക്കെ, എന്തായാലും വളരെ അഭിപ്രായം പറഞ്ഞ വിലയേറെ ഏറ്റവും മുതിർന്ന ഒരു അംഗമാണ്. ഈ പറഞ്ഞ പോലെ ധാരാളം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. 13 വയസ്സുള്ളവർ തൊട്ട് 99 വയസ്സുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പോയി. മാത്രം ഡോക്ടർ പ്രദീപ് പറഞ്ഞ പോലെ 8 ഒരാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഈ 3,60,00,000 എത്ര ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒരു വോളിയം ആലോചിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഹോമിയോപ്പതി മെഡിസിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇതൊരു നോട്ടിഫയബിൾ ഡിസീസ് ആയി പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിസ്ക് ഉണ്ട്. ഇപ്പൊ തന്നെ ക്യാൻസറിനെ അങ്ങനെ രജിസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് താമസം ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക, അവരെ അറിയിക്കണം, പിന്നെ അവർ കൈകാര്യം ചെയ്ത് അവസാന നിമിഷത്തിൽ ഇങ്ങോട്ട് തള്ളിവിടുന്ന അവസ്ഥയിലേക്കൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പ്രദീപ് ഇപ്പോൾ ഈ മെന്റൽ ഹെൽത്ത് അതോറിറ്റി ഉള്ളതുകൊണ്ട് തീർച്ചയായും നമുക്ക് വാദിക്കാൻ കഴിയും. അതുപോലെ ഒരു കാര്യം പറയുകയുണ്ടായി, ഹെൽത്ത് പ്ലാനിനെ കുറിച്ച് പറയുകയുണ്ടായല്ലോ. ഡോക്ടർ എന്താ വിശദീകരിക്കാമോ? ഹെൽത്ത് പ്ലാൻ എന്താ ഉദ്ദേശിച്ചത്? ഹെൽത്ത് പ്ലാൻ സബ്മിറ്റ് ചെയ്യണ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതെ അതെ, അത് പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോ മെന്റൽ ഹോസ്പിറ്റലിനും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ നമ്മൾ SOP അതിന്റെ ഏകദേശം വർക്ക് കഴിഞ്ഞു. അത് ഗവൺമെന്റിന് പബ്ലിഷ് ചെയ്ത് തരണം. എങ്കിൽ മാത്രമേ ഈ നമ്മുടെ സ്ഥാപനങ്ങളായാലും മറ്റു പൊതുസ്ഥാപനങ്ങളായാലും മെന്റൽ പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഡയറക്ഷൻസ് ആണ്. അത് തരും. അത് ഉണ്ടായി, അത് അപ്രൂവ് ആയി വരുമ്പോൾ അതിന്റെ ട്രെയിനിങ് നമ്മുടെ ഡോക്ടേഴ്സിനടക്കം തരുവാൻ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മാത്രം ഒതുങ്ങാതെ ആയുഷ് വിഭാഗത്തിലുള്ള ഈ എന്താണ് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും. അപ്പോൾ നമുക്ക് സംഘടന വഴി നമുക്ക് IFPH അത്തരം ഒരു സ്പീക്കർ നമുക്ക് തരാൻ പറ്റും. അതുപോലെ തന്നെ ഈ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് IFPH ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്പേർട്സുകളുണ്ട്. നമുക്ക് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് നമുക്ക് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. അവരെ നമുക്ക് ഏത് ടോപ്പിക്കാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു വാഗ്ദാനം കൂടെ ഞാൻ തരികയാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ഗ്യാപ്പുള്ള സമയത്ത് പറഞ്ഞാൽ മതിയാവും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ട്രെയിനിങ്. ഓക്കെ. അതുപോലെ ഈ പറയുന്ന ദിശയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ഈ ഹോമിയോപ്പതിയെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ദിശ അവരുടെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അവരുടെ ഒരു പോർട്ടലാണ്. അത് ഹെൽപ്പ് ലൈൻ നമ്പറാണ് അവർക്കുള്ളത്. അത് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് അത് ഉപയോഗപ്പെടുത്തുന്നത് ഈ പരീക്ഷാ സമയത്ത് പരീക്ഷാ പേടി കാരണം ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ. അത്തരം പേരെ സൂയിസൈഡ് പ്രിവെൻഷൻ ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഏത് മെന്റൽ ഇഷ്യൂ ആണെങ്കിലും അവരെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ആരെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ളത്, ഏത് സ്ഥാപനത്തിലാണ് പോകേണ്ടത്, അത്തരം കാര്യങ്ങളിൽ പോലീസ് സഹായം വേണമെങ്കിൽ അത് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് ദിശ. നമ്മുടെ പേഷ്യൻസിനെ നമുക്ക് അങ്ങോട്ട് റെഫർ ചെയ്യാം. അതിനകത്ത് അവിടെ നമ്മുടെ ജൽസീമിയവും ആർജന്റീനയും ചെയ്യുമ്പോൾ ഒരു മെഡിസിനും ചെയ്യാൻ പറ്റുന്ന നമുക്ക് പകൽ വിളിച്ച പോലെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതാ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ആംഗിളിലേക്കൂടെ ഹോമിയോപ്പതി പ്രൊജക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും മെന്റൽ അതോറിറ്റി കഴിയും. ഒപ്പം നമ്മൾ ഇത്ര എക്സ്പേർട്സ് ക്വാളിഫൈഡ് ആയ ആൾക്കാരുണ്ട് എന്ന് സർക്കാരത്തെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ IFPH റെപ്രസെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ദിശയുടെ പ്രവർത്തനത്തിൽ ഹോമിയോപ്പതിയുടെ ഒരു കമ്പോണന്റ് കൂടി വരുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ഈ കൗൺസിലിംഗ് കൂടെ നമുക്ക് അറിയാമല്ലോ. ഒരാൾക്ക് എക്സാമിനേഷൻ ഭയം ഉണ്ടെന്ന് പറയുന്ന ആൾ കൗൺസിലിംഗ് കൊടുക്കുന്നതിനേക്കാളും നല്ല ജൽസീമി കൊടുക്കുന്നതല്ലേ. തീർച്ചയായിട്ടും അത് അത്രയും എഫക്റ്റീവ് മരുന്ന് വേറെ എങ്ങും ഇല്ല. അത് നേരത്തെ പറഞ്ഞത് മണ്ണിനായിരുന്നു കാര്യം പറഞ്ഞത്. അതുപോലെയാണ് ടെലിമെഡിസിൻ നമുക്കുണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിൽ ടെലിമെഡിസിൻ ഇപ്പം നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. നമ്മുടെ ഡോക്ടേഴ്സിനെ വിളിച്ച് അത് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൽസീമം കൊടുക്കാം, ഉറപ്പായിട്ടും കൊടുക്കാം. ഓക്കെ. ഈ പരീക്ഷാ ഭയം മാറ്റാനായിട്ട് സദ്ഗമയ പ്രോജക്റ്റ് എല്ലാ വർഷം എല്ലാ യൂണിറ്റുകളും ഈ അനൗൺസ്മെന്റ് പത്രത്തിൽ കൊടുക്കാറുണ്ട്. പരീക്ഷാ പേടി ഉള്ള കുട്ടികൾക്ക് കൗൺസിൽ അതിനുള്ള ഡയറക്ഷൻ തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കോളുകൾ വരാറുണ്ട് പല സ്കൂളിൽ നിന്നും. കൺവീനർമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. സ്കൂൾ ഈ സദ്ഗമയ കൺവീനർമാരോട് അവർക്കറിയാം. അപ്പൊ അതിന് നമ്മളൊരു പ്രത്യേക ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കി വെക്കുക. ഇങ്ങനെ വരുന്നവർക്ക് എന്തൊക്കെ മെഡിസിൻസ് ആപ്ലിക്കബിൾ ആണ്, കൊടുക്കാൻ പറ്റും, അത് ഇതാണ് കൊടുത്തു പരിചയമുള്ള ഡോക്ടർമാരുടെ അനുഭവം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഒരു പ്രോട്ടോകോൾ സജ്ജമാക്കുകയും അത് കേരളത്തിലുടനീളമുള്ള ഹോമിയോ ഡോക്ടർമാർക്ക് ആക്സസ് ഉണ്ടായിരിക്കണം. അവർ മനസ്സിലാക്കണം. എങ്കിൽ ആർക്കും തന്നെ കൊടുത്ത് തൊട്ടടുത്ത വീട്ടിലെ ഒരു കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും.
ആ ഡോക്ടറെ, നമ്മൾ ഈ കൗൺസിലിങ്ങിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളത് ഹോമിയോപ്പതിയിലാണ്. അപ്പൊ നമ്മൾ അത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം അതെ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് പറയാൻ കാരണം, ഈ എക്സാം ഫിയറിനും ഇതിനൊക്കെ വേണ്ടി ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചർ 4-5 കൊല്ലമായിട്ട് നമ്മളെ ഇന്ന് അവര് ട്യൂഷൻ എടുക്കുന്ന 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടി അവര് കാശ് മുടക്കി നമ്മളെ ഇന്ന് മരുന്ന് വാങ്ങിച്ച് ഞാൻ കൊടുക്കുന്ന ജൽസീമിയും അനാക്കാർഡിയുമാണ്. പക്ഷെ അവര് ഓക്കെ പറയുന്നത് ഭയങ്കര റിസൾട്ട് എന്നാണ് പറയുന്നത്. അവര് ഞാൻ തന്നെ ആലോചിക്കും, അവർക്ക് എന്താണ് തലയ്ക്ക് സുഖമില്ലേ, 10,000-10,000 രൂപ മുടക്കിയാണ് എല്ലാ വർഷവും നമ്മളെ നിന്ന് മരുന്ന് വാങ്ങിച്ച് അവര് ട്യൂഷൻ എടുക്കുന്ന എല്ലാ പിള്ളേർക്കും കൊടുക്കുന്നത്. അപ്പൊ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കത് കൊടുക്കാനുള്ള ഒരു ഇത് വെറും കൗൺസിലിംഗിൽ മാത്രം നമുക്ക് ഒതുക്കേണ്ട കാര്യം. പിന്നെ അലോപ്പതി മെഡിസിൻ കഴിക്കുന്നത് ഞാൻ വിമർശിക്കുന്നതല്ല. കൂടുതൽ നാൾ ആ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അവസാനം യന്ത്രമനുഷ്യൻ നടക്കും പോലെ ആയിരിക്കും അവര് നടക്കുന്നത്. ആ പ്രോബ്ലം ഒന്നും നമ്മുടെ മെഡിസിൻ ഇല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കാനുള്ളവരെ മനസ്സിലാക്കിച്ചിട്ട് അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഏറ്റവും കൂടുതൽ പബ്ലിക്കിന് ഉപകാരം ഉണ്ടാവും. അതെ, മെഡിസിൻ പ്രൂവിങ്ങിൽ മെന്റൽ സ്പിയറിൽ ആക്ഷൻ ഉള്ള ഒരേ ഒരു സിസ്റ്റം മെഡിസിൻ ഹോമിയോപ്പതി മെഡിസിൻസ് ആണ്. ആയുർവേദത്തിലും ഇല്ല, അലോപ്പതിയിലും ഇല്ല. മെന്റൽ സ്പിയറിൽ ആക്ഷൻ ഉള്ള, ഡയറക്റ്റ് ആക്ഷൻ ഉള്ള മെഡിസിൻ നമ്മുടേതാണ്. അതുപോലെ തന്നെ ഈ അലോപ്പതി ഡ്രഗ് ആയാലും ഈ ആയുർവേദ ഡ്രഗ് അല്ലെങ്കിൽ കുറേ നാൾ കഴിക്കുമ്പോഴത്തേക്ക് അതിനോടൊരു അഡിക്ഷനോ വല്ലതും വരാം. ചിലപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. അതിൽ നിന്നും എന്ത് സേഫാണ് നമ്മുടെ മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളത് അത് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ വിത്ത് എവിഡൻസ് ലോകത്തോട് പറയാൻ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. അതിനാണ് റിസർച്ച് ഇതിനും കൂടെ ഈ ഫീൽഡിലും കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ പറയുകയും റിസർച്ച് സെന്ററുകൾ CCRH ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അവരുടെ ഒരു നോളജ് നമ്മുടെ ഡോക്ടർമാരിലേക്ക് ആ നോളജ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പം കോട്ടയത്ത് ഏതെല്ലാം ഏത് രോഗത്തിനാണ് എന്ത് മരുന്നുകൾ എന്തെങ്കിലും ഡയറക്ഷൻസ് നമുക്ക് മാഗസിനിൽ കാണുമായിരിക്കും, പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ആക്സസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ കൂടെ നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് എക്സ്പേർട്സ് ആണ്. എക്സ്പേർട്സിനെ ഉണ്ടാക്കുക എന്നുള്ളത്, 2 ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ള, പിന്നെ ഇതിനെ വന്ന് ഒരു സ്ട്രക്ചറിലാക്കി എടുക്കുക എന്നുള്ളത്, ഈ 3 ഘടകങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകണം. ഇത് വളരെ ഡള്ളാണ്. ഈ ഡൾനെസ് ഡിസീസ് ആൻഡ് ഡ്രൗസിനെസ് ആണ് ഹോമിയോപ്പതി മൊത്തത്തിൽ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏത് കാര്യത്തിലും റെസ്പോൺസ് വളരെ സ്ലോ ആണ്. പിന്നെ ചില അല്പം വെറൈറ്റിക്കാർ എത്യൂസൊക്കെ ആവുന്നുണ്ട്. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആരും പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറയുന്നത് എത്യൂസയും വെറൈറ്റിക്കാർ പോയില്ലേ, ഫൂൾസ് പാഴ്സലി നമ്മൾ പറയല്ലേ. അതാണ്, ചിന്തിക്കാനുള്ള കഴിവില്ല. അത് തന്നെയാണ് പ്രശ്നം. ഇനി ഒരു 5 മിനിറ്റ് ബാക്കിയുണ്ട്. ദയവായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. കാരണം ഡോക്ടർ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ക്ലാസ് എടുക്കാൻ കഴിവുള്ള ഒരാളാണ്. കുറച്ച് നാൾ ഡൽഹിയിൽ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല ഒരുപാട് സ്കിറ്റുകൾ എഴുതിയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ്. കുറിച്ചിയിലായിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടെടുത്ത് കോളേജ് കുട്ടികൾക്ക് വേണ്ടി ഡക്ക് പിക്ചറൊക്കെ തയ്യാറായി കൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ കലാകാരൻ കൂടിയാണ് ഡോക്ടർ പ്രദീപ് എന്നിട്ട് പറയാൻ കഴിയും. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കോട്ടയത്ത് കുറിച്ചിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറിൻ്റെ അടുത്ത് ഇതിൻ്റെ പറ്റിയുള്ള ഭാവി കാര്യങ്ങളെ പറ്റി ഒരു ചർച്ച ചോദിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്തത്. ഓക്കെ, തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഈ പറഞ്ഞ പബ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പബ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. ഡോക്ടർ ചന്ദ്രജ ഒരു 4-5 വർഷം മുമ്പ് IAPH ഇതിനെ കുറിച്ച് ഉണ്ടായിരുന്നു. ഇതെന്നല്ല, CCR ധാരാളം ഒരുപാട് എത്രയോ എണ്ണം വർഷം 10, 150, 200 ആണ് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ ആരെങ്കിലും തുറന്നു നോക്കാറുണ്ടോ? തുറന്നു നോക്കാറില്ല. അതുപോലെ ഇപ്പൊ STSS പ്രോഗ്രാം ഉണ്ട്. കോളേജുകളിലെ കുട്ടികൾക്കായിട്ടുള്ള 30,000 രൂപ സ്കോളർഷിപ്പ് പോലെ കൊടുത്തുകൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. കുലശേഖരത്തെ കോളേജിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പലതരം സ്റ്റഡീസ് ധാരാളം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ടോട്ടലി ഈ പറഞ്ഞ പോലെ 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളൊന്നും തന്നെയില്ല. അക്കരെ ഇക്കരെ നിന്ന് ആശ തീരാതിരിക്കുന്ന അവസ്ഥയാണ്. ഒരു കണക്ഷൻസ് ഒരിക്കലും വരുന്നില്ല. മാത്രമല്ല ചെവി അടച്ചു പിടിച്ചിരിക്കുന്നു, കേൾക്കാൻ ആരും തയ്യാറാവുന്നുമില്ല. അത് തന്നെയാണ് കുഴപ്പം. എന്നിട്ട് നമ്മൾ പറയും ഫാർമ കമ്പനി വാക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിക്കുകയും ചെയ്യും. അതാണ് നടക്കുന്നത്. ഓക്കെ, ശരിയാണ്. ഈ സൈക്കോസൊമാറ്റിക് ഇൽനെസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹനുമാൻ പറഞ്ഞ ആന്റിസോറി ട്രീറ്റ്മെന്റ് പ്ലസ് സൈക്കോതെറാപ്പി, അങ്ങനെ ഒരു കോമ്പിനേഷനാണ് മിക്കവാറും ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ അലോപ്പതിക്കാർക്കാണെങ്കിൽ സൈക്കോതെറാപ്പി ഒരു ഭാഗത്തൂടെ പോകും, അവരുടെ കെമിക്കൽ മെഡിസിൻ വേറൊരു ഭാഗത്തൂടെ പോകും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ഇത് രണ്ടും അടങ്ങിയതാണ് നമ്മുടെ മരുന്നുകൾ. മെന്റൽ സ്പിയറിലും ആക്ട് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫിസിക്കൽ എലിമെന്റ്സിനെയും മാറ്റുന്ന മെഡിസിൻസ് ആണ് നമുക്കുള്ളത്.
പക്ഷെ അതിനെ നമ്മൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതെ മിക്കവാറും ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ ചികിത്സിച്ചാൽ മാറും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ ഒരു അനുഭവം. അപ്പൊ അതിനെ അധികരിച്ചുകൊണ്ട് ഈ ഫീൽഡ് കൂടെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ഓക്കെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഏതോ ഒരു പ്രോഗ്രാം ദിശയോ അത് ഈ എന്താണ് സ്കൂളുകളിലെ കുട്ടികൾ സൂയിസൈഡ് പരീക്ഷാ പേടി കാരണം സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയാണ് അത് അങ്ങനെ ഒരു പ്രോഗ്രാം. ആ സൂയിസൈഡ് ടെൻഡൻസിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പരീക്ഷാ പേടി തിരിച്ചറിയാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് അധ്യാപകർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ വീട്ടിൽ രക്ഷകർത്താക്കൾക്ക് മനസ്സിലാവും. അപ്പൊ ആ സ്റ്റേജിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് നമ്മളെ മെഡിസിൻ കൊടുക്കാൻ കഴിഞ്ഞ ആ സൂയിസൈഡൽ ടെൻഡൻസിയിലോട്ട് എത്തത്തില്ലല്ലോ? ആ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ആ ഒരു ടെൻഡൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മരുന്ന് കൊടുക്കാമായിരുന്നു. അതെ, അത് അതിന് ഇനി എന്താ ഒരു അഡ്വർടൈസ്മെന്റ് വേണം ഡോക്ടറെ, പരസ്യമാണ് വേണ്ടത്, അതിന് ഫണ്ട് വേണം. ഇത് രണ്ടും ഇല്ല എന്നുള്ള പ്രശ്നം. പിന്നെ ഭാവന ഇല്ല ഡോക്ടറെ, നമ്മളെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഉണ്ടെന്നുള്ളത് പറയാനുള്ള സ്ഥലത്തൊക്കെ പറയാൻ ശ്രമിച്ചുകൂടെ? പ്രദീപ് സാറ് അതിനുള്ള അറ്റംപ്റ്റ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, സാറേ, സത്യമായി അതിന് നമ്മൾ കൊല്ലത്ത് ഇരുന്നപ്പോഴും തിരുവനന്തപുരത്ത് ഇരുന്നപ്പോഴും നമ്മൾ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുമായിരുന്നു. പരീക്ഷാ പേടിയുള്ളവർ വിളിക്കണം, സദ്ഗമയ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടാൻ. അങ്ങനെ വിളിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളതിനുള്ള കൗൺസിലിംഗ് കൊടുക്കും, മെഡിസിനും കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ FM-ൽ ധാരാളം പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അതെ, അതെ. വോളിയം അതുകൊണ്ടാണ് സാറേ നമ്മൾ പറയുന്ന ഹോമിയോപ്പതി സൂപ്പർ കൗൺസിലേഴ്സ് ആണ്. പലയിടത്തും നമുക്ക് കൗൺസിൽ ചെയ്യാൻ മുമ്പിൽ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരെ അവർ പോലും അറിയാതെ നമുക്ക് നമ്മുടെ മെഡിസിൻ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ അതെ, അനുഭവങ്ങൾ. അതെ, അതെ. അതിനോടൊപ്പം കൗൺസിലിംഗ് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. പലരും നമ്മളെ കാണാൻ വരുന്ന ഡോക്ടറെ ഒന്ന് കൗൺസിൽ ചെയ്യാൻ വേണ്ടിയാണ്, ഡോക്ടർ അതിന് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ പറയും, ഞാൻ കൗൺസിലിംഗ് അല്ല ചെയ്യുന്നത്. നിങ്ങളുടെ കഥ കേട്ടതിന് ശേഷം, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടതിന് ശേഷം അതിന് നമ്മുടെ മരുന്ന് തരികയും ആ മരുന്ന് നിങ്ങൾക്ക് വേണ്ട കൗൺസിൽ ചെയ്യുകയും ചെയ്യും. പിന്നെ അവര് നമ്മുടെ ഈ അപ്പൊ നമുക്ക് പരിപാടി ഡോക്ടറെ അവസാനം സമയമാകുന്നു. ശൈല ഡോക്ടറെ, പ്രദീപ് ഡോക്ടറിന് നന്ദി പറയാം. എന്തായാലും പ്രദീപ് സാറിന് നന്ദി പറയാൻ കിട്ടിയ അവസരം വളരെ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. ഇനിയും ഇപ്പൊ നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും അത്ര വ്യക്തമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി പലതവണ കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ ആ ഒരു ക്ലിയർ പിക്ചർ നമ്മളെ മനസ്സിൽ പതിയുന്നത്. എന്തായാലും ഇന്ന് ഈ നല്ലൊരു ക്ലാസ്സാണ് സാർ എടുത്തത്. സാറിന്റെ ആ വാക്ചാതുര്യവും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവൊക്കെ പണ്ടുപോലെ നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല ക്ലാസ്സുകളാണ് സാർ എടുക്കുന്നത്, നല്ല രീതിയിൽ പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്. എന്തായാലും നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ വരികയും നല്ലൊരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ആ ഒരു ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന സാറിനെ കൊണ്ടുവന്ന മനോജ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും നന്ദി അറിയിക്കുന്നു. നമസ്കാരം. അപ്പൊ നമ്മൾ ഈ കൗൺസിലിങ്ങിനെ പറ്റി പറയുമ്പോൾ ഹനുമാന്റെ അഡ്വൈസ് കൂടെ ഓർക്കണം. യഥാർത്ഥ മെന്റൽ ഡിസീസ് ഉള്ള പേഷ്യന്റിന് കൗൺസിലിംഗ് കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുന്നത് ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. ഹോമിയോപ്പതിക്കാർ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ വേണം. തെങ്ങിനും കമുകിനും ഒരുപാട് ത്രാപ്പ് കിട്ടുമെന്ന് പറയും. അതല്ല, നമുക്ക് നമ്മുടെ മാർഗമുണ്ടെന്ന് ഓർക്കുക. നാളെ ഇതേ സമയം വീണ്ടും കാണാൻ എന്ന ശുഭപ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Good night.